ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ മഹാമനസ്കനായ വ്യക്തി. ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണം നേതാക്കന്മാരെല്ലാം. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജാതിയോ മതമോ കയറി അങ്ങ് കയറിക്കൂടാൻ പാടില്ല, വിഷം ചീറ്റാൻ പാടില്ല, ആളും തരവും നോക്കാനും പാടില്ല, തനിക്ക് വോട്ട് ചെയ്ത ആളാണോ എന്നും നോക്കാൻ പാടില്ല. തൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു സഹായത്തിനായി വന്നു കഴിഞ്ഞാൽ അവൻ തനിക്ക് വോട്ട് ചെയ്തവനാണോ, ഏത് ജാതിയിൽപ്പെട്ടവനാണോ, ഏത് പാർട്ടിയിൽപ്പെട്ടവനാണോ എന്ന് നോക്കാതെ സഹായങ്ങൾ ചെയ്യാൻ കഴിയണം. അയാളാണ് യഥാർത്ഥ ഒരു നേതാവ്. അല്ലാതെ മസ്ലും പിടിച്ച് സിനിമയിലെല്ലാം കാണുന്നത് പോലെ എല്ലാം നായകം വേഷം കെട്ടി സഹപ്രവർത്തകരായ ചെറിയ അഭിനേതാക്കളെ തല്ലി വീഴ്ത്തുന്ന, അല്ലെങ്കിൽ ഡയലോഗിലൂടെ പറഞ്ഞു പറ്റിക്കുന്ന, വീഴ്ത്തുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളല്ല ഒരു നേതാവ് എന്ന് പറയുന്നത്. അതെല്ലാം സിനിമയിൽ ആവാം. പക്ഷേ നേരിട്ടുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ, ഒരു നേതാവായി വന്നാൽ, ഒരു നേതാവ് എന്നത് ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണ്, ജനങ്ങളുടെ ഒരു തലവൻ, അത്രമാത്രമേ ഉള്ളൂ. ഇവിടെ കുറേ പേരുണ്ട് നേതാവാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് രാജാവിനെ പോലെ, മറ്റുള്ളവർ അടിമകളും, ഇയാൾ ഒരു അഹങ്കാരിയായി എല്ലാവരെയും, പത്രക്കാരെ എന്നല്ല എല്ലാവരെയും, സല്യൂട്ട് അടിക്കാത്തവരെ സല്യൂട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ജാടയോടുകൂടി അഹങ്കാരത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ, മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥകൾ? രാജാവും അടിമകളും പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വോട്ട് അത് ആർക്ക് നൽകണം എന്ന് നാം വളരെയേറെ ചിന്തിച്ച് ചെയ്യുക ആ വോട്ട്. കാരണം ഒരു വോട്ട് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് എന്ന് പറയുന്നത് വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അത് ആർക്ക് നൽകണം എന്ന് ചിന്തിച്ച് വേണം നൽകാൻ. ഒരു വോട്ടിന്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് പോലും ജയിച്ചാൽ, മറ്റൊരാൾ പരാജയപ്പെട്ടാൽ അത് പരാജയമാണ്, വിജയമാണ്. ഒരു വോട്ടിന് പോലും നമ്മുടെ ആ ഒരു വോട്ട് കൊണ്ട് ആരാണ് ജയിക്കുന്നത് എങ്കിൽ അദ്ദേഹമാണ് ഇവിടെ സമൂഹത്ത് വിലസി നടക്കുന്നത്, നമ്മളൊരു വോട്ട് കൊണ്ട്. പിന്നെ നമ്മൾ അടിമകളെ പോലെ ആയി മാറും. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നത് നല്ലൊരു വ്യക്തിക്ക് ആവണം. ജാതിയും മതവും വിദ്വേഷവും ഇതെല്ലാം കൂട്ടിച്ചേർത്ത്, എന്താ പറയുക, ജാതിസവും കൂട്ടിച്ചേർത്ത് വിഷം ചീറ്റി നടക്കുന്നവർക്ക് ഒരിക്കലും വോട്ട് കൊടുത്ത് നമ്മുടെ ഈ രാജ്യം, നമ്മുടെ ഈ നാട്, നമ്മുടെ ഈ രാജ്യം നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് ഒരിക്കലും വോട്ട് നൽകരുത്. ഇവിടെ ഷാഫി എന്ന ഈ നേതാവ്, ഷാഫി എന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യ സ്നേഹി, ഇദ്ദേഹം ഈ വീട്ടിൽ കയറി വന്ന് ഈ സുഖമില്ലാത്ത ഈ യുവാവുമായി സംസാരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഒരു നേതാവ് എന്ന് പറയുന്ന ആളാവേണ്ടത്, അല്ലാതെ മസിലും വിരിച്ച് നടന്ന് എന്തെല്ലാമോ അഭിനയിച്ച് നടക്കുന്നതാണോ, അല്ലെങ്കിൽ അത്തരക്കാരാണോ നേതാക്കൾ എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഒരാളാണോ നമുക്ക് വേണ്ടത്? ഡിഗ്രി കഴിഞ്ഞു. ലൈബ്രറി സയൻസ് കോഴ്സ് പഠിക്കണം. ബുദ്ധിമുട്ട്, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ബുദ്ധിമുട്ട് മനസ്സിലാവും. 30 വയസ്സ് കഴിഞ്ഞപ്പോ ജോലി നോക്കട്ടെ. അതില് പ്രയാസപ്പെടണ്ട. നമുക്ക് പിന്നെ
ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞു പഠിക്കുന്ന പിന്നെ അല്ലെങ്കിൽ ആ ഒരു പേരിന്റെ ലേവൽ കൊണ്ട് മാത്രം പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് കേശു തുടങ്ങിയ തൊട്ട് ഈ സെക്കൻഡ് വരെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാവുന്ന എന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഒരിക്കലും കമ്മ്യൂണലായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇനിയും ഉണ്ടാവില്ല. വടകരയിൽ നേരിടാൻ വന്ന ഒരാളല്ല ഞാൻ.